തൃശൂർ കുന്നംകുളം സ്വദേശിയായ സന്യാസിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. ശ്രിബിൻ എന്ന ബ്രഹ്മാനന്ദ ഗിരിയാണ് കേരളത്തിലേക്കുള്ള യാത്രക്കിടെ തെലങ്കാനയിൽ വെച്ച് മരിച്ചത്. മരണത്തിന് മുൻപ് കുന്നംകുളത്തെ സുഹൃത്തിനെ വിളിച്ച് താൻ അപകടത്തിലാണെന്നും എന്തും സംഭവിക്കാമെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം റെയിൽവേ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്രിബിൻ അവസാനം വിളിച്ച കോൾ റെക്കോർഡ് 24-ന് ലഭിച്ചു. മരിച്ചത് വിവരം ഞങ്ങളെ അറിയിച്ചു തെലങ്കാന പോലീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അവൻ്റെ ID കാർഡും ഇട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു സാധാരണ ട്രെയിനിൽ നിന്നുള്ളൊരു വീഴ്ചയിലുണ്ടായ സംഭവമാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത്. ബ്രഹ്മാനന്ദഗിരിയുടെ ഒരു കൂട്ടുകാരൻ ലാൽ ശാന്തി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കുന്നംകുളം ഭാഗത്തുണ്ട്. പുള്ളിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോഗിയിൽ എന്തോ ഒരു ചെറിയ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായി, എൻ്റെ ജീവിതത്തിന് തന്നെ അപകടമാണെന്നുള്ള രീതിയിലാണ് മൂപ്പര് ആ ഒരു മെസ്സേജ് വിട്ടിട്ടുള്ളത്. അമൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ നമ്മൾ കണ്ട പ്രതികരണം, അതായത് ശ്രിബിൻ എന്ന ആൾ മരണത്തിന് മുൻപ് സംസാരിച്ച വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിപ്പോൾ ഒരു ദുരൂഹതയുമായി കുടുംബം രംഗത്ത് വരാൻ കാരണം? എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ ഒരു അപകടത്തെക്കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഈ പ്രതികരിച്ച ആൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഏതായാലും ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറുകയാണ്. ഇദ്ദേഹം തൃശൂർ കുന്നംകുളം സ്വദേശിയായിരുന്നു. ഈ ജൂൺ 28-നാണ് ഇദ്ദേഹം തെലങ്കാനയിൽ വെച്ച് റെയിൽവേ ട്രാക്കിൽ അപകടപ്പെട്ട് മരണപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരം കുടുംബത്തിന് ലഭിക്കുന്നത്. പക്ഷേ കുടുംബത്തിന് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുൻപായിട്ട് ഇദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് തീർത്ഥാടനത്തിന് ശേഷം കേരളത്തിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് ട്രെയിനിൽ വെച്ച് തെലങ്കാനയിൽ വെച്ച് ഇദ്ദേഹത്തിന് ചില അസ്വസ്ഥകരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇദ്ദേഹം തന്റെ കുന്നംകുളത്തുള്ള സുഹൃത്തിനെ വിളിക്കുകയും താൻ ചില അപകടാവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആ ഒരു ഫോൺ റെക്കോർഡ് 24-ന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ റെക്കോർഡിൽ പറയുന്ന പ്രകാരമാണ് എങ്കിൽ തനിക്ക് പിന്നാലെ ഒരു സംഘമുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതോ ഒരു പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിലുണ്ടായിരുന്ന അതേ സംഘം തന്നെയാണ് തന്റെയും പിന്നിലുള്ളത് എന്ന് ഇദ്ദേഹം സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൾ റെക്കോർഡ് വന്നതോടുകൂടി തന്നെയാണ് കുടുംബത്തിന് സംശയം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇദ്ദേഹം സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഒരാളാണ് ഈ ശ്രീബിൻ. അപ്പോൾ ഏത് ഫോണിൽ നിന്നാണ് ഇദ്ദേഹം വിളിച്ചത് എന്നൊരു സംശയമുണ്ട്. അത് ട്രെയിനിലുള്ള മറ്റാരുടെയെങ്കിലും ഫോണിൽ നിന്നാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും മൾട്ടിപ്പിൾ ഫ്രാക്ചർ എന്നതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ തെലങ്കാന പോലീസ് മൾട്ടിപ്പിൾ ഫ്രാക്ചർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ മറ്റൊരു സംശയം, ട്രെയിനിൽ നിന്ന് വീണതാണ് എങ്കിൽ, അതായത് തെലങ്കാനയിലെ റെയിൽവേ ട്രാക്കിലാണ് ഈ മൃതശരീരം ഉണ്ടായിരുന്നത്. ട്രെയിനിൽ നിന്ന് വീണതിന്റെ പരിക്കുകളൊന്നും ഈ മൃതശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ചില വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ചും അന്തർ സംസ്ഥാനമായി കിടക്കുന്ന ഒരു ക്രമസമാധാന പ്രശ്നം കൂടി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഇഷ്യൂ കൂടിയാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറെ കൂടി തെലങ്കാന പോലീസിന്റെ സഹായം കേരള പോലീസിന് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഈ ശ്രീബിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുവാൻ വേണ്ടി നിയോഗിക്കുവാനുള്ള സാധ്യതയുമാണ് നിലനിൽക്കുന്നത്. പ്രജിത്, അമൽ, ഇപ്പോൾ കേരള പോലീസ് കേസ് എടുത്തിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കുടുംബത്തിന്റെ പരാതിയിൽ. അതാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു അപകടത്തിലാണ്, എന്തും സംഭവിക്കാം എന്ന് മാത്രമായി ഒരു ഫോൺ കോളിൽ ഒരാൾ പറയുമോ എന്നതൊരു വലിയ സംശയമാണ്. അത് കൃത്യമായി അത് ബോധ്യപ്പെടുത്താലോ എന്താണ് അപകടം എന്നുള്ളത്. അങ്ങനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നെങ്കിൽ പറയാമല്ലോ. ഇനി അതിന് കഴിയാതെ പോയ ഒരു സാഹചര്യം എന്താണ്? അതൊക്കെ അന്വേഷണ പരിധിയിൽ വരുമായിരിക്കാം. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആൾ കൂടുതലായി എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടോ അമൽ? പ്രജിത്ത്, ഏതായാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഫോൺ സംഭാഷണത്തിൽ അല്പഭാഗം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിന്റെ ആ ഫോൺ സംഭാഷണത്തിന്റെ ബാക്കി ഭാഗം ഉണ്ടോ, അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോഴും നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്, അല്ലെങ്കിൽ നമുക്ക് 24-നോട് അല്പസമയം മുൻപ് സംസാരിച്ച വ്യക്തി ഈ ശ്രീബിന്റെ ബന്ധുവാണ്. അദ്ദേഹത്തോടല്ല ഫോണിൽ സംസാരിച്ച് കുന്നംകുളം ഭാഗത്തുള്ള ഒരു
ഒരു ശാന്തിയോടാണ് ഈ ശ്രീബിൻ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ഈ ഒരു ആത്മീയ പാതയിലാണ് ശ്രീബിൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവരുമായിരുന്നു അദ്ദേഹത്തിന്റെ സൗഹൃദം മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുമായിട്ടാണ് ശ്രീബിൻ സംസാരിച്ചതും തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അപകട ഭീഷണി നേരിടുകയാണ് എന്നൊരു വിവരം പറയുകയും ഭഗവാൻ മാത്രമാണ് തന്നെ രക്ഷിക്കാനുള്ളത് എന്ന് പറയുന്നിടത്താണ് ആ ഒരു ഫോൺ കോൾ അവസാനിക്കുന്നത്. ഈ എതിരെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോൺ കോളിന് ശേഷം പിന്നീട് സുഹൃത്തുക്കളും കുടുംബവും അറിയുന്നത് തെലങ്കാനയിലെ റെയിൽവേ ട്രാക്കിൽ ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരിയുടെ ശരീരം കിടക്കുന്നു, അല്ലെങ്കിൽ മൃതശരീരം കിടക്കുന്നു എന്നൊരു വിവരമാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ കുറെ കൂടി ദുരൂഹതകൾ ഉണ്ട് എന്ന് കുടുംബം ആരോപിക്കുന്നതും അവരുടെ ആ സംശയത്തിന് അർഹമായിട്ടുള്ള തെളിവുകൾ നിലനിൽക്കുന്നതും. പ്രജിൻ, അമൽ സുരേന്ദ്രനാണ് തൃശ്ശൂരിലും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ദുരൂഹതകൾ മറന്നേക്ക് പുറത്തു വരട്ടെ.